ഹായ് ചേച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചാമ്പക്ക ഇഷ്ടംമാരെ ഉണ്ടായിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പം അതിന്ന് പറിച്ച് കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം. എന്താ എന്തോരം ചാമ്പക്ക ഉണ്ടായിക്കണേ നോക്ക്, എന്ത് ഭംഗിയാ നോക്ക് ഉണ്ടായി കിടക്കുന്നതാണ്. അപ്പം ഇന്നത് പറിച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു. എന്താ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചാമ്പക്ക. ചാമ്പക്കൊക്കെ പോവുകയാണ് ചാമ്പക്കായിട്ടാ കൂടുതലും. അങ്ങനെ നമ്മ ചാമ്പക്കതേ പറിച്ച് വെച്ചേക്കണണ്ട, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇത് നമ്മ അച്ചാറിടുന്നുണ്ട്, പിന്നെ ഉപ്പിലിടുന്നുണ്ട് കേട്ടോ. ചാമ്പക്ക ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അതേ ചാമ്പക്ക കണ്ട എന്തൊരു സ്റ്റൈലാന്ന് നോക്ക് ചാമ്പക്ക കാണാൻ, നല്ല ഭംഗിയല്ലേ കാണാൻ. നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ ചാമ്പക്ക. ഇപ്പം താഴെ വീണത്, താഴെ കുറേ പറിച്ചപ്പോൾ നല്ലതൊക്കെ വീണിട്ടുണ്ട്. അപ്പം അത് എടുക്കാൻ പോയിക്കാണ് അനിയൻ. അവനോട് പിറക്കുന്നുണ്ട് കേട്ടോ. എന്താ ഒത്തിരി ഉണ്ട് കേട്ടോ, ഇനിയും ഉണ്ട് കേട്ടോ ചാമ്പക്ക മേലെ കുണ്ടമാനുണ്ട്. ഇപ്പം പറ്റാവുന്ന അത്രയും പറിച്ച് ഇപ്പോൾ ഒരു അച്ചാറും ഉപ്പിലിടാനാണ് തീരുമാനിച്ചേക്കണേ. കാണിച്ചു തരാം കേട്ടോ അച്ചാറിടുന്നത് ഉപ്പിലിടുന്നത് എല്ലാ വീഡിയോയും കാണിച്ചു തരാം. ഓക്കെ, ചാമ്പക്ക നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പിലിടാനാണ് കേട്ടോ. അപ്പോൾ അതേ പച്ചമുളക് ഇനി വെള്ളം തിളപ്പിച്ചിട്ട് പച്ചമുളക് അതിനകത്തേക്ക് ഇടും, ഉപ്പിടും. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചാമ്പക്ക ഇതിനകത്തേക്ക് ഇതേപോലെ ആക്കിയിട്ട് കുപ്പിയിലേക്ക് ആക്കണം. ഇവിടെ അച്ചാറിന് അരിയാണ് നമ്മളങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിലിട്ടു, ചാമ്പക്ക അങ്ങനെ ഉപ്പിലിട്ട് ഉണ്ടാ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കാണിച്ചു തരാം. പച്ചമുളകും കഴിച്ച് ചാമ്പക്ക ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അച്ചാറിനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ചാർ അത് കഴിഞ്ഞ് കാണിച്ചു തരാം. അച്ചാറിടുന്ന വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടുപോയി. എന്നിട്ട് അത് ശരിയായിട്ടില്ല കേട്ടോ. ഇനി ഇളക്കാൻ കുറേ ഉണ്ട്. നമ്മുടെ പാത്രം ചെറുതാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഉരുളിയിലല്ലേ ആ ഉരുളിയിലാണ്. ഇത് കുറേ ഉള്ളതാരണ്ടേ. ഓ ഇത് പാടാണ്ടാ, ഒതുങ്ങി കിട്ടൂല. നമ്മൾ ഇപ്പോഴും അച്ചാറിടുമ്പോ കുറേ ഇടണമെങ്കിൽ അതനുസരിച്ച് പാത്രത്തിലിടണം. മറ്റു ചട്ടിയിൽ കൊള്ളത്തില്ല. അപ്പൊ വലിയ മീൻ ചട്ടിയില് അതിനൊക്കെ കൊള്ളില്ല. അതിൽ ഇത്രയും കൊള്ളില്ല. ചട്ടിക്കകത്ത് കൊള്ളൂല. അതിനകത്ത് കൊള്ളൂല. കുഴിയില്ല, വീതി ഉണ്ടായിട്ട് കാര്യമില്ല, കുഴിയില്ല. ഒതുങ്ങി വരുന്നുണ്ടല്ലേ? ഒതുങ്ങും കുറച്ച്.
ഒതുങ്ങി വന്നാ പിന്നെ ഒന്നുമില്ല. ഒതുങ്ങി പിന്നെ ചൂട് കിട്ടി ഒന്ന് ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെയാണ്. ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നന്നാക്കി വെച്ചത്, കടുക് പൊട്ടിച്ച് ഇട്ട്, പിന്നെ കാശ്മീർ മുളക് പൊടി, അച്ചാർ പൊടി, കായപ്പൊടി, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത്തിരി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഉപ്പിട്ട് ഇളക്കി ഇനി സെറ്റായി വരണം. നമ്മൾ അച്ചാറിൽ കുറച്ച് ഉലുവ പയ്യെ നേരിയതായിട്ടൊന്ന് ചതച്ച് ഒന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട്. ഒരിച്ചിരും കൂടി അച്ചാർ പൊടി, ഇച്ചിരി കാശ്മീർ പൊടിയും കൂടി ചേർക്കണ്ട കേട്ടോ. കേൾക്കാൻ തന്നെ എന്താ രസം അല്ലേ. പിന്നെ ഇതെന്തിനാണെന്നറിയാമോ? ഇത് നമ്മൾ ഇച്ചിരി ചേർത്തത് ഇത് കൂടുതലുണ്ട്. പിന്നെ ഇച്ചിരി ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉലുവ അധികം ഉലുവ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടരുത്. ഒന്ന് പയ്യെ ഒന്ന് ചതച്ചിട്ട് വേണം ഉലുവ ചേർക്കാൻ. നമ്മുടെ ചാമ്പക്കച്ചാറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വേണ്ട നല്ലോണം ഉണ്ടായതല്ലേ, ഇപ്പോൾ വാടി ഒതുങ്ങി വരുന്നുണ്ട്. നമ്മുടെ ചാമ്പക്കച്ചാറിൽ വേറെ ഏത് അച്ചാറിലും നമ്മൾ കറിവേപ്പില ഇങ്ങനെ കീറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചാമ്പക്കച്ചാറിൽ കറിവേപ്പില ഒന്ന് വാടി ഒതുങ്ങി വരുമ്പോൾ കറിവേപ്പില ഇങ്ങനെ പിച്ച് കീറി ഇടണം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല മണവും നല്ല ഇതാണ് കേട്ടോ. മണം മാത്രമല്ല നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഈ സമയത്തൊക്കെ ചാമ്പക്ക എല്ലാവരുടെയും ഒരുമിക്ക വീട്ടുകളിലും ചാമ്പക്ക ഉണ്ടാവും. ആ ചാമ്പക്ക വെറുതെ ഇങ്ങനെ കിളിയൊത്തിയും വെറുതെ താഴെ വീണ് പോവും. അപ്പം നമുക്കത് എടുത്ത് ഇതേപോലെ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നെല്ലിക്കച്ചാറിൻ്റെയൊക്കെ പോലെ കഷ്ണവും കിടക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ അരിഞ്ഞേക്കണേ കണ്ടോ. നെല്ലിക്കയുടെയൊക്കെ പോലെയാണ് അരിഞ്ഞേക്കണേ. നമ്മുടെ അച്ചാറ് റെഡി ആയിരിക്കുന്നു കണ്ടോ. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ അനിയൻ ടേസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ടല്ലോ അച്ചാറ്? അപ്പം ചാമ്പക്ക എല്ലാവരും ഇതേപോലെ അച്ചാറിടണം. അനാലിക ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അനാലിക ഇവിടെ ഞണ്ട് തിന്നെയാണ്. അതുകൊണ്ട് അതെ ഞണ്ടും ചോറും തിന്നുകൊണ്ടിരിക്കുന്ന സ്റ്റൈലാണ്. അപ്പം നമ്മുടെ അച്ചാർ അടിപൊളിയായിരിക്കുന്നു. അപ്പം ഇതേ കണ്ടോ നമ്മുടെ അച്ചാറിൽ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതിൽ വന്നേക്കുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
എല്ലാവരും ഇതേപോലെ ചാമ്പയ്ക്ക അച്ചാറിട്ട് നോക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് ആ ചാമ്പക്ക അച്ചാറിടണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മ. കണ്ടാ, ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചാമ്പക്ക ഉപ്പിലിടുക, അച്ചാറിടുക. എല്ലാവർക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.